ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ദാൽ കറിയാണ്. അപ്പോൾ കുറേ ബാച്ചിലേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പരിപ്പാണ് കഴുകിയെടുത്തത്. അതും ഞാൻ എടുത്തത് തുവരപ്പരിപ്പാണ് കേട്ടോ. നമ്മൾ സാമ്പാറിലേക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു പരിപ്പാണ് എടുത്തത്. ആ പരിപ്പിൽ ചെയ്യുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. ഈ പരിപ്പ് ഞാൻ കഴുകി ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പരിപ്പൊന്ന് മുങ്ങി വരുന്നതിന് കുറച്ച് മേലെ വരെ വെള്ളം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളമായാൽ ഇത് പുറത്തോട്ട് ചീറ്റും വിസിൽ വരുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു പരിപ്പ് കണ്ടാലും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. തുവരപ്പരിപ്പാണത്, തൂർദാൽ എന്ന് പറയും. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 4-5 പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയിലാട്ടോ ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു വലിയ തക്കാളി അതും കൂടെ മുറിച്ച് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായി ചേർത്ത് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ പരിപ്പ് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുക അതിൻ്റെ വിസിൽ പോകുന്നത് വരെ. അപ്പോഴേക്കും ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാനതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു സവോള ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളി കുക്ക് ചെയ്യുന്ന സമയത്തും വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ ഉള്ളവർ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ കുറവായിരുന്നു, അപ്പോൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇടിച്ചെടുത്ത ചുവപ്പ് മുളകും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മുഴുവൻ മുളക് വേണമെങ്കിൽ അങ്ങനെ ചേർക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ പരിപ്പിൽ കണ്ടോ വെള്ളമൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇത് തിക്ക് ദാലാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുക്കർ തുറന്ന ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ട നല്ല കട്ടിയിലായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ ഇതിലേക്ക് അധികം വെള്ളം ചേരാത്തതാണ് നല്ലത്. ഇതിൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടം അങ്ങനെയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുളകും അതുപോലെ ഉള്ളിയും ജീരകം വെളുത്തുള്ളി എല്ലാം കൂടെ ഉള്ള കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഉപ്പ് ആവശ്യമാണെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ തിക്ക് ദാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ സാധാരണ ഓറഞ്ച് പരിപ്പിലും അതുപോലെ വേറെ കടലപ്പരിപ്പിലൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഈ പരിപ്പിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചോറിൻ്റെ ചപ്പാത്തിയുടെ എന്തിൻ്റെ കൂടെ കഴിക്കാനും ഞാൻ പറഞ്ഞല്ലോ നല്ല ടേസ്റ്റാണിത്. കണ്ട് നല്ല തിക്കായിട്ടുള്ള കറി കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.